വെള്ളരിക്കുണ്ട് ടൗണിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ വ്യാജ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് ഇരുചക്ര വാഹനം ഓടിച്ചിരുന്ന 17 വയസ്സുകാരനെതിരെ മോട്ടോർ വാഹന വകുപ്പ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്തു. കാസർഗോഡ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും വെള്ളരിക്കുണ്ട് സബ് RDO ഓഫീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് സംഭവം. അതിവേഗത്തിലെത്തിയ ഇരുചക്ര വാഹനം തടഞ്ഞ് ഡ്രൈവിംഗ് ലൈസൻസ് പരിശോധിച്ചപ്പോഴാണ് അത് വ്യാജമാണെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. തുടർന്ന് സ്കൂൾ രേഖകൾ പരിശോധിച്ചപ്പോൾ വാഹനം ഓടിച്ചയാൾക്ക് 17 വയസ്സ് മാത്രമാണെന്നും പ്രായപൂർത്തിയായിട്ടില്ലെന്നും വ്യക്തമായി. തുടർന്നുള്ള അന്വേഷണത്തിൽ ലൈസൻസ് ചെറുപുഴയിൽ നിർമ്മിച്ചതാണെന്ന് യുവാവ് മൊഴി നൽകിയതായി അധികൃതർ അറിയിച്ചു. വ്യാജ ലൈസൻസുകളുടെ ഉറവിടം കണ്ടെത്തുന്നതിനായി വരും ദിവസങ്ങളിൽ പരിശോധന കൂടുതൽ കർശനമാക്കുമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും വെള്ളരിക്കുണ്ട് ജോയിന്റ് RDO C സലീം അറിയിച്ചു. RDO J ജെറോഡിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ ജോയിന്റ് RDO C സലീം, വെഹിക്കിൾ ഇൻസ്പെക്ടർ CA പ്രദീപ് കുമാർ, അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സജി ജോസഫ്, EP ഹാരിസ്, K ദിനേശൻ, ഡ്രൈവർ MP സുധീർ എന്നിവർ പങ്കെടുത്തു. മോട്ടോർ വാഹന വകുപ്പ് പലപ്പോഴും മോട്ടോർ വാഹന നിയമ ലംഘനങ്ങളും അപകടങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വിവിധ പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച മോട്ടോർ വാഹന വകുപ്പ് കാസർഗോഡ് RTO ശ്രീ ജറാഡ് സാറിൻ്റെ നേതൃത്വത്തിൽ ഈ ഓഫീസിലെ ഉദ്യോഗസ്ഥരും കാസർഗോഡ് എൻഫോഴ്സ്മെന്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥരും സംയുക്തമായിട്ട് വെള്ളരിക്കുണ്ട് ഭാഗത്ത് പരിശോധന നടത്തിയിരുന്നു. വൈകുന്നേരം 6 മണിയോടുകൂടി ഒരു മോട്ടോർ സൈക്കിൾ നിർത്തി പരിശോധിച്ച് രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ മോട്ടോർ സൈക്കിളിൻ്റെ രേഖകളും ലൈസൻസും ഹാജരാക്കി. എന്നാൽ ലൈസൻസിൻ്റെ ജെനുവിൻനെസ് പരിശോധിച്ചപ്പോൾ ഈ ലൈസൻസ് വ്യാജമായിട്ട് നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തി. തുടർന്ന് വയസ്സിൽ സംശയം തോന്നിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ വാഹനം ഓടിച്ചു വന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ SLC ബുക്ക് പരിശോധിച്ചപ്പോൾ രേഖകളിൽ വ്യത്യാസം കണ്ടു. 17 വയസ്സ് മാത്രമുള്ള കുട്ടിയായിരുന്നു ഓടിച്ചു വന്നത്. തുടർന്ന് തുടർ നടപടികൾക്ക് വേണ്ടിയിട്ട് വെള്ളരിക്കുണ്ട് പോലീസിന് ഈ കേസ് കൈമാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ ലൈസൻസുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ഇതിൽ സോഴ്സ് കണ്ടെത്തേണ്ടതുണ്ട്. അത് കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആയത് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യാജ ലൈസൻസുകൾ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ മോട്ടോർ വാഹന നിയമ ലംഘനങ്ങൾ കണ്ടെത്തുന്നതിനും വേണ്ടി പരിശോധനകൾ കർശനമായി തന്നെ തുടരുന്നതാണ്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ.